ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പം നമ്മളിന്ന് യാത്ര പറഞ്ഞിട്ട് പോകുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ്. നെടുമങ്ങാട് ആര്യനാടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ യാത്ര തുടങ്ങി ഒരു 60 കിലോമീറ്ററോളം ഉണ്ട്. 1.25 മണിക്കൂർ എന്തോ എടുക്കും. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി കാണത്തില്ല, അത് ഞാൻ ആദ്യമേ പറയുന്നു. അവിടെ ഇവിടെ ആയിട്ടുള്ള ഓരോ വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ച് തുന്നി ചേർത്തൊരു വീഡിയോ ആണിത് ഗൈസ്. പറഞ്ഞൊപ്പിക്കാൻ പെട്ട പാട്. എന്നിട്ട് അവസാനം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി എവിടെയൊക്കെയോ എത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി വഴി തെറ്റിയെന്ന്. പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ഉള്ളായിരുന്നു അവളുടെ വീട്ടിലെത്താൻ. അപ്പോൾ അവൾ വീടിൻ്റെ അടുത്തുള്ള റോഡിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. നട്ടപ്പൊരി വെയിലായത് കാരണം തൊണ്ടയിലെ വെള്ളം എല്ലാം വറ്റി. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കാൻ നേരം അവളെ കണ്ടു. ഇതോ ആ പച്ച ഷർട്ടിട്ട് ഓടിപ്പോകുന്നതാണ് എൻ്റെ കൂട്ടുകാരി ആദിത്യ. അവൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അവളുടെ വീട്ടിൽ പോയി. എന്നിട്ട് വീടിൻ്റെ അടുത്തൊരു ആറൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ വേഷമൊക്കെ മാറി നമ്മൾ ആറ്റിൽ ചാടാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് സൂസി, ആദിത്യയുടെ അയൽവാസിയായ പട്ടിക്കുട്ടിയാണ്. ഗൈസ് നോക്കൂ, ഇവിടെ നിറച്ച് മഞ്ഞപ്പൂ. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഗൈസ് നോക്കൂ, വാട്ട് എ വ്യൂ. ഒരു ജെട്ടി തൂങ്ങി കിടക്കുന്നു. തിളങ്ങി കിടക്കണ കണ്ടു. ഇത് അവളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിപ്പട്ടാളമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് കുളിക്കാൻ പോയത്. ഇവിടെയുള്ള സ്ഥലം മൊത്തം കാണാനായിരുന്നു പരിപാടി. ഓരോ സ്ഥലം മാറി മാറിയായിരുന്നു കുളിക്കൽ. ഓരോരോ കടവിൽ പോയി കുളിക്കും, അതായിരുന്നു പരിപാടി. ഇതൊരു ചെക്ക് ഡാമാണ് കാണാൻ പോകുന്നത്. ഇതാണ് ചെക്ക് ഡാം. പൂച്ച എന്നെ വിടടിയെന്നല്ലേ. ആറ്റിലൊക്കെ പോയി കുളിച്ചിട്ട് വന്ന് എന്നെ കാത്തിരുന്നത് ഒരു വമ്പൻ സദ്യയായിരുന്നു. ആദിത്യ അവൾ അനിയത്തി രുക്കവും കൂടെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറച്ചിട്ട് നമ്മൾ അടുത്ത പോണത് കൃഷ്ണപ്രിയയുടെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ ദേണ്ടടെ കപ്പയും ചമ്മന്തിയും മിച്ചറും ചായയൊക്കെ ഇരിക്കണം. അങ്ങനെ നമ്മൾ റൗണ്ട് 2 ഫുഡടിയും പാസ്സാക്കി. ഇനി നമുക്ക് ഉള്ളത് ചെടി വേട്ടയാണ്. എൻ്റെ അമ്മയുടെ ചെടി ബാധ എനിക്കും കയറി ഗൈസ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പിഴുതൊടിച്ചുകൊണ്ട് ഞാനും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് ഗൈസ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ. മാമനാണ് നമുക്ക് ചെടിയൊക്കെ നേരെ എടുത്തു തന്നത്. അങ്ങനെ എല്ലായിടത്തും ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി. അങ്ങനെ പോണ വഴിക്കാണ് ഒരു ചെരുപ്പ് കട കണ്ടത്. വീട്ടിൽ 10-15 ചെരുപ്പ് കിടപ്പുണ്ടെങ്കിലും ചെരുപ്പ് കട കാണുന്നത് ഒരു ക്രൈസാണ്. വണ്ടി ഓടിച്ചോടിച്ച് കുണ്ടിയെല്ലാം ഗോൾഡായിപ്പോയി ഗൈസ്. അപ്പോഴത്തേക്ക് ഒരു ഷേക്ക് കടയിൽ കയറാമെന്ന് വിചാരിച്ചു. ഷേക്ക് കടയുടെ അവിടെയാണെങ്കിൽ നിറച്ച് ഉപ്പിലിട്ടത്. അതെല്ലാം കണ്ട് വായിൽ വെള്ളം ഇറക്കി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഷേക്ക് കയ്യിൽ കിട്ടി. എന്നിട്ട് ഷേക്കും കുടിച്ച് റിഫ്രഷ് ആയി ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ.